ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ജനായിസ് സബഖ് 37. വൽ വജ്ഹു അദുമുൽ ബുത്ലാനി മുത്ലഖൻ. ഇവിടെ ന്യായം മറന്നുകൊണ്ട് ഒരു തക്ബീറത്തുൽ ഇഹ്റാം പിന്തിയാൽ അത് പൊറുക്കപ്പെടും എന്ന് ഒരു ശാരി പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ആ 2 തക്ബീർ കൊണ്ടാണെങ്കിൽ പൊറുക്കപ്പെടുകയില്ല എന്ന് ആ ശാരിഹിൻ്റെ വാക്കിനെ ഷെയ്ഖുന സക്കരിയ അൽ അൻസാരി റഹ്മഹുല്ല ഷറഹുൽ മൻഹജിൽ അത് പറയുകയും എന്നിട്ട് അതിൽ നിന്ന് തബരിയുടെ സീഗ ഇട്ടുകൊണ്ട് കാല അലാമ അഖ്തല്ലാഹു കലാമുഹും എന്ന് പറയുകയും ചെയ്തു. അപ്പം അവിടെ ഒരു തക്ബീർ കൊണ്ട് പിന്തിയാൽ എന്താണ് പൊറുക്കപ്പെടും, ഒന്നിലധികം തക്ബീർ കൊണ്ട് പൊന്തിയാൽ പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാണ് വൽ വജ്ഹു ആദമുൽ ബുത്ലാനി മുത്ലഖൻ. അവിടെ മറന്നുകൊണ്ട് ഒരു തക്ബീർ എന്നല്ല, ഒന്നിലധികമോ തക്ബീർ കൊണ്ട് പിന്തിയാലും മുത്ലഖൻ ബാത്തിലാകുകയില്ല എന്നതാണ്. കാരണം അന്നഹു ലൗ നസിയ, അവൻ മറന്നാൽ എന്നിട്ട് ഫതഅഖറ, അവൻ എന്നിട്ട് പിന്തി അൻ ഇമാമിഹി, അവൻ്റെ ഇമാമിനെ തൊട്ട് പിന്തി ബി ജമീഇർ റകഅത്തി, എല്ലാ റകഅത്തുകളെ കൊണ്ടും പിന്തിയാൽ ലം തബ്തുലു സലാത്തുഹു, അവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലാകൂല സാധാ നിസ്കാരത്തിൽ. ഫഹാഉന, അപ്പോൾ ഇവിടെ ഔല ബിൽ ഔലയാണ്, മറന്നുകൊണ്ട് ഇങ്ങനെ എത്ര തക്ബീർ കൊണ്ട് പിന്തിയാലും ബാത്തിലാകുക ഇല്ല എന്നുള്ളത് ബിൽ ഔലയാണ്. അപ്പോൾ ഷാരിഹ് പറഞ്ഞത് അല്ല റാജിഹ് എന്നർത്ഥം. ഇനി വലോ തഖദ്ദമ അംദൻ ബി തക്ബീറത്തിൻ, ഇനി ഒരു തക്ബീർ കൊണ്ട് മനഃപൂർവ്വം മുന്തിയാൽ ലം തബ്തുൽ, ബാത്തിലാകൂല അലാമാ ഖാലഹു ഷാരിഹുൻ, ഏതോ ഒരു ഷാരിഹ് പറഞ്ഞതനുസരിച്ച് മനഃപൂർവ്വം ഒരു തക്ബീർ കൊണ്ട് ഇമാമിനേക്കാൾ അങ്ങ് മുന്തിയാൽ ബാത്തിലാകൂല്ല. വജറ അലൈഹി ഷെയ്ഖുന, അതിന്മേൽ ആ ഷാരിഹിൻ്റെ അഭിപ്രായത്തിന്മേൽ ഷെയ്ഖുന സക്കരിയ അൽ അൻസാരി റഹ്മഹുല്ല ആ അഭിപ്രായത്തിന്മേൽ നടന്നു. അയലൻ വീണ്ടും മറ്റേ നിസിയാൻ്റെ മസലയിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇഷ്കലു അലൈഹി, എന്നാൽ ആ പറഞ്ഞ ഈ ഒരു തക്ബീർ കൊണ്ട് മുന്തിയാൽ ബാത്തിലാകുകയില്ല, മനഃപൂർവ്വം ഒരു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ഈ മസ്ബൂക്ക് മുവാഫിഖ് മുന്തിയാൽ ബാത്തിലാകുകയില്ല എന്ന് പറഞ്ഞത് അവിടെ ഇഷ്കാലാക്കപ്പെടും. മാമറ, മുമ്പ് പറഞ്ഞ ഒന്ന് അവിടെ ഇഷ്കാലാക്കും, ഇത്രാലാകും. എന്താണ് അന്ന തഖദ്ദുമ അഫ്ഹഷു, ഇമാമിനേക്കാൾ മുൻകടക്കുക എന്നുള്ളത് അതൊരു ഫുഹ്ഷാണല്ലോ, മോശമായതാണല്ലോ എന്ന് മുമ്പ് പറഞ്ഞത്. അപ്പോൾ ഇദാ ലറ തഅഖുറു ബി തക്ബീറത്തിൻ, ഒരു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് പിന്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായാൽ ഫതഖദ്ദുമു ബിഹാ ഔല, മനഃപൂർവ്വം ഒരു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് പിന്തൽ ബുദ്ധിമുട്ടാകുന്നത് പോലെ അതുകൊണ്ട് ഒരു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് മുന്തുക എന്നുള്ളത് വില്ലൗല ബുദ്ധിമുട്ടാണ് എന്ന് ആ മുമ്പ് പറഞ്ഞതിൽ നിന്ന് എന്ത് ചെയ്ത് ഇവിടെ ഈ പറഞ്ഞതിൽ ഇഷ്കാലാക്കപ്പെടും. യുംകിനു ആ യുജാബ, എന്നാൽ ഇവിടെ മറുപടി പറയപ്പെടുന്ന സൗകര്യമാണ്. എന്തുകൊണ്ട് മറുപടി? ബി അന്ന തഅഖുറ ഹുന, ഇവിടെ പിന്തുക എന്നത് അഫ്ഹഷു, അത് ഏറ്റവും മോശമായ കാര്യമാണ്. കാരണം ഇത് ഓയത്തു തഖദ്ദുമി, കാരണം മുന്തുക എന്നതിൻ്റെ പരമാവധി ഒരു തക്ബീർ കൊണ്ട് മുന്തിയാൽ അന്നഹു ക സിയാദത്തി തക്ബീറത്തിൻ, അത് ഒരു തക്ബീർ ജാസ്തിയാക്കുന്നത് പോലെയാണ്. ഏത് നിലയിൽ അത് മറ, മുമ്പ് പറഞ്ഞ അന്ന സിയാദത്ത ലാ തളുറുഹുന, നിസ്കാരത്തിലാണെങ്കിൽ ഒരു തക്ബീർ ജാസ്തിയാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മുമ്പ് പറയുകയും ചെയ്തു. അപ്പോൾ ഇനി ഇമാമിനേക്കാൾ ഇവിടെ ഒരു തക്ബീർ ഇവൻ മുന്തിയാൽ അത് ഒരു തക്ബീർ ജാസ്തിയാണ് എന്നതേ പരമാവധി വരികയുള്ളൂ. അപ്പോൾ അതുപോലെയല്ല ഇവിടെ പിന്തുക എന്നുള്ളത്. എന്നിട്ട് വൈൻ നസലു ആ തക്ബീറാത്തി റകഅത്തി, ഈ തക്ബീറാത്തുകളെ അവർ റകഅത്തിന്റെ സ്ഥാനത്ത് ഇറക്കിയാലും ശരി,
പിന്നെ ഒരു തക്ബീർ വീണ്ടും മുന്തിയാൽ അത് ഒരു തക്ബീർ സിയാദത്താക്കി എന്നതേ വരികയുള്ളൂ എന്ന് മറുപടി പറയാൻ സൗകര്യമാണ് ബിഖിലാഫി തഅഖുരി, പിന്തുന്നതിനെതിരായിട്ട്. കാരണം ഇപ്പോൾ ഇന്ന ബിഹി ഫുഹ്ഷൻ ലാഹിറൻ, പിന്തുമ്പോൾ അതിൽ ലാഹിറായ ഒരു ഫുഹ്ഷ് മോശത്തരമുണ്ട്. ഇനി വയുക്കബ്ബിറുൽ മസ്ബൂഖു, മസ്ബൂക്ക് ജനാസ നിസ്കാരത്തിൽ പിന്തി തുടരുന്ന മസ്ബൂക്ക് തക്ബീർ ചെല്ലണം. എന്നിട്ട് വയഖറഉ, അവൻ ഓതണം അൽ ഫാത്തിഹത, ഫാത്തിഹയെ അവൻ ഓതണം. വ ഇൻ കാനൽ ഇമാമു ഫീ തക്ബീറത്തിൻ ഗൈരിഹ, ആ ഒന്നാമത്തെ തക്ബീർ അല്ലാത്തതിലാണ് ഇമാമെങ്കിലും ശരി. അയിൽ ഊല, ഇമാം ഒന്നാമത്തെ തക്ബീറത്തിലല്ല എങ്കിലും ശരി, ഈ മസ്ബൂക്ക് തക്ബീർ ചൊല്ലിയിട്ട് അവൻ ഫാത്തിഹ ഓതണം. കാരണം ലി അന്നമ അദറക്കഹു, കാരണം അവൻ എത്തിച്ച ഒന്ന്, ഇമാമിൻ്റെ കൂടെ അവൻ എത്തിച്ചതായ ഒരു തക്ബീറത്ത്, അത് അവ്വലു സലാത്തിഹി, അത് അവൻ്റെ നിസ്കാരത്തിൻ്റെ ആദ്യമാണ്. അപ്പോൾ ഫയുറായി തർത്തീബ നഫ്സിഹി, അപ്പോൾ അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ ക്രമമാണ് അവൻ പാലിക്കേണ്ടത്, മുറാഅത്ത് ചെയ്യേണ്ടത്. ഇനി വലോ കബ്ബറൽ ഇമാമു, അപ്പോൾ ഇമാം എന്ത് ചെയ്തു? തക്ബീർ ചൊല്ലി, ഉഖ്റ, മറ്റൊരു തക്ബീർ ഇമാമ് ചൊല്ലി. ഖബില ശുറൂഇഹി ഫിൽ ഫാത്തിഹത്തി, ഇവൻ ഫാത്തിഹയിൽ തുടങ്ങുന്നതിന് മുമ്പ്. എന്നാൽ കബ്ബറ മഅഹു, ഈ ഇമാമിനോടൊപ്പം ഇവൻ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം. വ സഖത്തത്തിൽ ഖിറാഅത്തു, ഇവനെ തൊട്ട് ഖിറാഅത്ത് ഒഴിവാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മസ്ബൂക്ക് വന്ന് തക്ബീർ ചൊല്ലിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇമാമ് ഒന്നാമത്തെ റക്അത്തിലല്ല, ഒന്നാമത്തെ തക്ബീറിലല്ല, മറ്റു തക്ബീറിലാണ്. എങ്കിലും ഇവൻ വന്ന് തക്ബീർ ചൊല്ലിയപ്പോഴത്തേക്ക് ഇമാമ് പിന്നെ അടുത്ത തക്ബീർ ചൊല്ലിയാൽ ഇവന് ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല. അത് അല്ല, ഫാത്തിഹ ഓതി തുടങ്ങിയില്ല. അതിന് മുമ്പായിട്ട് ഇമാമ് മറ്റൊരു തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവൻ ആ ഇമാമിനോടൊപ്പം തന്നെ തുടരുക. എന്നാൽ ഇവൻ്റെ ഖിറാഅത്ത് അവിടെ ഒഴിവായി കിട്ടും. പിന്നെ നദീറമാ മറബിൽ മസ്ബൂഖി ഫി ബഖിയത്തി സലാത്തി, മറ്റ് നിസ്കാരങ്ങളിൽ മസ്ബൂഖിൻ്റെ ഹുക്മ് പറഞ്ഞതിനോട് സമാനമായിട്ട്. മറ്റ് നിസ്കാരങ്ങളിലും ഇതേപോലെയാണല്ലോ. വന്ന് മസ്ബൂഖ് വന്ന് കൈ കെട്ടിയപ്പോഴത്തേക്ക് ഇമാമ് റുക്കൂലേക്ക് പോയാൽ അവിടെ മസ്ബൂഖിൻ്റെ ഫാത്തിഹ സാക്കിത്താകുന്നത് പോലെ ഇവിടെയും അവിടെ സാക്കിത്താകും. വഹാദ, ഈ പറഞ്ഞത് ഇന്നമാ യഅതി, ഇത് വരും, അലാ തഅയ്യുനിൽ ഫാത്തിഹത്തി അഖിബൽ ഊല, ഒന്നാമത്തെ തക്ബീറിൻ്റെ ഉടനെ ഫാത്തിഹ തഅയ്യുനാണ് എന്നതിൻ്റെ മേൽ ആണെന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മസ്അല വരുന്നത്. പിന്നെ കഥാ അങ്ങനെ പറയപ്പെട്ടു. അതായത് ഒന്നാമത്തെ തക്ബീറിൻ്റെ ഉടനെ ഫാത്തിഹ തഅയ്യുനാണെന്ന് ഖീല ഉണ്ടല്ലോ. ആ ഖീലയുടെ മേലാണ് ഈ പറഞ്ഞത് വരുന്നത്. എന്ത്? ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിഹ വേണമെന്ന് തഅയ്യിൻ ആണെന്ന ഖീലയായ ആ അഭിപ്രായത്തിന്മേലാണ്. അപ്പോൾ ഇവൻ കൈ കെട്ടിയിട്ട് ഉടനെ പിന്നെ ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഇമാമ അടുത്ത തക്ബീർ ചൊല്ലിയാൽ ഇമാമിനോടൊപ്പം അങ്ങ് തുടരുക, ഇവൻ്റെ ഫാത്തിഹ സാക്കിത്താകുമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ഖീലയായ അഭിപ്രായത്തിന്മേലാണ് അത് വരുന്നത്. വഖദ് യുഖാലു, എന്നാൽ ചുരുക്കത്തിൽ പറയപ്പെടാം, ബൽ യഅതി, ഈ പറഞ്ഞ മസ്അല വരും, അലാമാ സഹഹുൽ മുസന്നിഫു അയ്ളൻ, മുസന്നിഫ് സഹിയാക്കിയ മുഅ്തമദായ അഭിപ്രായത്തിന്മേൽ ഇത് വരും. കാരണം മുസന്നിഫ് സഹിയാക്കിയത് എന്തായിരുന്നു? ഒന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള ഏത് തക്ബീറിലും എന്ത് ചെയ്യാം? പിന്നെ ഫാത്തിഹ ഓതിയാൽ മതിയാകും എന്ന് മുസന്നിഫ് സഹിയാക്കിയിരുന്നു. ആ അഭിപ്രായത്തിന്മേലും ഇത് വരും.
കാണലി അന്നഹ ആ ഫാത്തിഹ വ ഇല്ലം തതഅയ്യൻ ലഹ അല്ലി അന്നഹ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പിന്നെ തക്ബീർ, ആ ഒന്നാമത്തെ തക്ബീർ വ ഇല്ലം തതഅയ്യൻ അന്നഹ ഒന്നാമത്തെ തക്ബീർ വ ഇല്ലം തതഅയ്യൻ ലഹ ആ ഫാത്തിഹയ്ക്ക് അത് തഅയ്യൻ ആയിട്ടില്ല എങ്കിലും ശരി, ഹിയ മുൻസരിഫത്തുൻ ഇലൈഹ പക്ഷെ അത് എന്താണ് അതിലേക്കും കൂടെ ഒന്നാമത്തേലൂടെ കൂടെ എന്താണ് പിന്നെ മുൻസരിഫായതാണ്, തിരിക്കപ്പെടുന്നതാണ്. കാരണം ഒന്നാമത്താണല്ലോ അതിൻ്റെ അസ്ലിയായ മഹല്ല്. അപ്പോൾ അതുകൊണ്ട് ഫാത്തിഹയുടെ അസ്ലിയായ മഹല്ല് ഒന്നാമത്താണ്. അപ്പോൾ ഒന്നാമത്തേലൂടെ എന്താണ് ആ ഫാത്തിഹ അതിലേക്കൂടെ തിരിക്കപ്പെടുന്നതാണ്. ഇല്ലാ യസ്രിഫഹ അൻഹ ബി തഅഖീരിഹ ഇലാ ഗൈരിഹ ആ പിന്നെ ഒന്നാമത്തേനെ തൊട്ട് അതിനെ പിന്തിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് അതിനെ തിരിച്ചാൽ ഒഴികെ, അപ്പോൾ അതിലേക്കും കൂടി ഈ ഒന്നാമത്തേലേക്കും കൂടി അത് എന്താകുന്നതാണ്, തിരിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് പിന്നെ ഫജറ സുക്കൂത്തു അപ്പോൾ ഈ സുക്കൂത്ത് നടന്നു നദറൻ ലിദാലിക്കൽ അസിലി ആ അസിലിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത് ആ സുക്കൂത്ത് വന്നത്. അല്ലാതെ ഈ പറഞ്ഞതനുസരിച്ച് ഈ പിന്നെ മർജൂഹായ ഈ ഖീല ആയ അഭിപ്രായത്തിന്മേൽ മാത്രമല്ല ആ പറഞ്ഞ മസ്അല വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ സഹിയായ മുസന്നിഫ് സഹിയാക്കിയ മസ്അലയുടെ മേലും ഈ പറഞ്ഞതനുസരിച്ച് വരുന്നതാണ്. അതായത് ഒന്നാമത്തെ തക്ബീർ അല്ലാത്ത അതിന് ശേഷമുള്ള തക്ബീറുകളിലും ഫാത്തിഹ ഓതിയ മതിയാകും എന്ന് മുസന്നിഫ് സഹിയാക്കിയതായ പിന്നെ ആ അഭിപ്രായത്തിന്മേലും ഇപ്പം ഈ പറഞ്ഞ മസ്അല ഏത് ഈ മസ്ബൂക്ക് തക്ബീർ ചൊല്ലിയ ഉടനെ ഇമാമ് പിന്നെ മറ്റൊരു തക്ബീർ ചൊല്ലിയപ്പോൾ ഫാത്തിഹ സാക്കിത്താക്കുന്ന മസ്അല ഈ മുസന്നിഫ് സഹിയാക്കിയ മസ്അലയുടെ മേലും വരും. ആ വരുന്ന എങ്ങനെയാണെന്നുള്ള ഇല്ലത്താണ് മുസന്നിഫോടെ ഷാരിയോടെ പറഞ്ഞത്. കാരണം ആ ഒന്നാമത്തതിൽ ഫാത്തിഹ തയ്യനായിട്ടില്ല എങ്കിൽ തന്നെയും അതിലേക്ക് കൂടെ എന്താണ് ആ ഫാത്തിഹ മുൻസരിഫത്താണ്. അപ്പോൾ മറ്റൊരു ഒന്നിലേക്കും ബന്ധിച്ചിട്ടില്ല എങ്കിൽ അതിലും ഓതാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അസ്ല് അതിൻ്റെ മഹല്ല് അതാണല്ലോ. അപ്പോൾ അതിലേക്ക് നോക്കിയിട്ട് എന്താണ് ഇവിടെ ഈ മസ്ബൂക്കിൻ്റെ ഫാത്തിഹ അങ്ങനെ സാക്കിത്തായതാണ് എന്നും ഇവിടെ മസ്അല പറയാം എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്. അതെ ഖൗലുഹു വയഖറഉൽ ഫാത്തിഹത ഇവിടെ നബിമാമു പറഞ്ഞത് പിന്നെ മസ്ബൂക്ക് തക്ബീർ ചെല്ലണം എന്നിട്ട് ഫാത്തിഹ ഓതണം വയഖറഉൽ ഫാത്തിഹത എന്ന് പറഞ്ഞ ഖൗല് ഇൻ അറാദ ബിഹിൽ വുജൂബ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓതണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ ലായത്താത്ത പക്ഷേ അതെന്താവില്ല അത് വരില്ല ഇല്ല അല ലഈബി അപ്പോൾ അത് ഈ ലഈബിൻ്റെ മേൽ അല്ലാതെ വരില്ല. അതാ ഇപ്പം ഇബ്നു ഹജർ തങ്ങൾ നബിമാമു സഹിയാക്കിയ ആ അഭിപ്രായത്തിന്മേലൂടെ അതിലേക്കൂടെ ഈ പിന്നെ മസ്അല അതിന്മേൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടെ ഒരു ഇഷ്കാല് വരുന്നത് യഖറഉൽ ഫാത്തിഹത എന്ന് ഇമാം നബവി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ആ വാക്കിനെ അതിന് നിർബന്ധമായിട്ട് ഓതണമെന്നാണ് നബിമാം ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ മസ്ബൂക്കിൻ്റെ മസ്അലയെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, പിന്നെ ആ ലഈഫായ ഖൗലിൻ്റെ മേലെ ഒന്നാമത്തെ തക്ബീറിന് ശേഷം തന്നെ ഓതണം എന്ന ആ ലഈഫായ ഖൗലിൻ്റെ മേലെ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഫലഅല്ലഹു തറക്ക തംബീഹ അലൈഹി അപ്പോൾ മുസന്നിഫ് എന്ത് ചെയ്തു
അതിന്മേലുള്ള തംബീഹിനെ എന്ത് ചെയ്തു, ഇവിടെ ഒഴിവാക്കിയതായേക്കാം. ലിൽ ഇൽമി ബിഹി മിമ്മ മറ, മുമ്പ് പറഞ്ഞ ഒന്നിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് പിന്നെ അതിലേക്കുള്ള തംബീഹിനെ ഇവിടെ ഒഴിവാക്കിയതായേക്കാം. ഇനി വഇൻ കബ്ബറഹ, ഇനി ഇമാമ് മറ്റൊരു തക്ബീർ എന്ത് ചെയ്തു, ചൊല്ലി. വഹുവ ഫിൽ ഫാത്തിഹത്തി, ഈ മസ്ബൂക്ക് അവൻ ഫാത്തിഹ തുടങ്ങി, ഫാത്തിഹയിലാണുള്ളത്. എന്നാൽ തറക്കഹ, എന്നാൽ ഈ മസ്ബൂക്ക് ആ ഫാത്തിഹ ഒഴിവാക്കണം. താബഅഹു, എന്നിട്ട് ഇമാമിനോടൊപ്പം തുടരണം. ഫിൽ അസഹി, അസഹ് പ്രകാരം അങ്ങനെ ഇമാമിനോടൊപ്പം പിന്തുടരണം. എപ്പോ ഇല്ലം യക്കുൻ ഇഷ്തഗല ബി തഅവൂദിൻ, അഊദ് കൊണ്ട് അവൻ ഷുഗലായിട്ടില്ല എങ്കിൽ. ഇല്ല അഊദ് കൊണ്ട് ഷുഗലായാൽ പിന്നെ ഖറഅ ബി ഖദ്രിഹി, അതിൻ്റെ കണക്കനുസരിച്ച് ഖിറാഅത്ത് നടത്തി ഓതണം. നദീറ മാമറ, മുമ്പ് പറഞ്ഞ നിസ്കാരത്തിൻ്റെ മസലയിൽ മുമ്പ് പറഞ്ഞ അതുപോലെ തന്നെ. പിന്നെ ഇമാം ഫാത്തിഹ ഓതുന്നിടത്ത് പിന്നെ അല്ല മാമൂമ് മസ്ബൂക്ക് എന്താണ്, ഫാത്തിഹ ഓതുമ്പോൾ പിന്നെ ഫാത്തിഹ ഓതിരുന്നതിന് മുമ്പ് ഇമാമ് റുക്കൂലേക്ക് പോയാൽ മസ്ബൂക്ക് എന്ത് ചെയ്യണം, ഫാത്തിഹ നിർത്തിയിട്ട് ഇമാമിനോടൊപ്പം തന്നെ തുടരണം. അവിടെ അഊദ് കൊണ്ട് പിന്നെ ഷുഗലായിട്ടില്ല എങ്കിൽ, അവിടെ അഊദ് കൊണ്ട് ഷുഗലായാൽ അഊദിൻ്റെ അത്രയും കണക്ക് പിന്നെ ഓതണം. അതുപോലെ അവിടെ വജ്ജത്ത് ദുആ ഇഫ്തിതാഹ് ഒക്കെ ഷുഗലാകുന്ന ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷുഗലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഖദർ അനുസരിച്ച് ഓതണം. എന്നതുപോലെ അതിനോട് സമാനമായ മസലയാണ് ഇവിടെ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ ഇവിടെയും മസ്ബൂക്കിൻ്റെ മസല. ഇനി ഇദാ സല്ലമൽ ഇമാമു, ഇമാം എന്ത് ചെയ്തു, സലാം വീട്ടി. എന്നാൽ തദാറക്കൽ മസ്ബൂഖു, മസ്ബൂക്ക് വീണ്ടെടുക്കണം. ബാക്കി തക്ബീറാത്ത്, മറ്റുള്ള തക്ബീറാത്തുകളെ വീണ്ടെടുക്കണം. ബി അദ്കാരിഹ, അതിൻ്റെ ദിക്റുകളോടുകൂടെ തന്നെ വീണ്ടെടുക്കണം. വുജൂബൻ ഫിൽ വാജിബി വനിദ്ബൻ ഫിൽ മന്ദൂബി, നിർബന്ധമായതിൽ നിർബന്ധമായിട്ടും സുന്നത്തായതിൽ സുന്നത്തായിട്ടുമുള്ള ദിക്റുകളോടുകൂടെ തന്നെ വീണ്ടെടുക്കണം. അപ്പോൾ ഇമാമിനോടൊപ്പം 2 തക്ബീറ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി 2 തക്ബീർ ചെല്ലണം. ഉദാഹരണത്തിന് വഫി ഖൗലിൻ, ഒരു ഖൗലിൽ ലാ തുഷ്തറത്തുൽ അസ്കാറു, ഈ ദിക്റുകൾ ഷർത്താക്കപ്പെടുകയില്ല എന്നൊരു ഖൗലുണ്ട്. ഫയതി ബിഹ, അവിടെ ആയിക്കോട്ടെ.